ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയൊരു നമ്പർ ചാർട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. 3 നമ്പർ ചാർട്ട്സ് ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സ്പോണൻസ്, ക്യൂബ്സ് ആൻഡ് ലോസ് ഓഫ് എക്സ്പോണൻസ്. ഡീറ്റെയിൽ ആൻഡ് എലാബറേറ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, സോ ആദ്യം ഞാൻ ഓരോന്നായിട്ടാണ് പറയുക. ഫസ്റ്റ് എക്സ്പോണൻസ്, ദെൻ ക്യൂബ്സ്, അത് ലാസ്റ്റ് ലോസ് ഓഫ് എക്സ്പോണൻസും ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാമല്ലോ. നമ്മുടെ ആദ്യത്തെ ചാർട്ട് എന്ന് പറയുന്നത് എക്സ്പോണൻസിൻ്റെ ചാർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എക്സ്പോണൻസ് എന്ന്. ഒരു നമ്പറിൻ്റെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോമിന് നമ്മൾ എന്താണ് എക്സ്പോണൻസ് എന്ന് പറയും അല്ലേ. ഈ ചാർട്ടിൽ ഞാൻ 2, 3, 5 എന്നീ നമ്പേഴ്സിൻ്റെ എക്സ്പോണൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 തൊട്ട് 10 വരെയുള്ള എക്സ്പോണൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 3 നമ്പേഴ്സിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് ചാർട്ട് കുറച്ചുകൂടെ നമ്പേഴ്സ് ആഡ് ചെയ്ത് വലുതായിട്ട് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് 3 ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് ഒരെണ്ണവും കൂടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ 10 വരെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 12, 15 വരെയൊക്കെ എഴുതുകയും ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പോണൻസ് അല്ലേ. ഇത് നോക്കി, 2⁻1 എന്ന് പറയുന്നു. 2⁻1 2ആണ്. 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2 നമ്മൾ 2⁻2 എന്ന് എഴുതുന്നത്. അത് 4. ഇനി 2⁻3 ആകുമ്പോൾ 8. ഇങ്ങനെ പോകുമ്പോൾ എല്ലാ സംഖ്യയും നിങ്ങളുടെ എക്സ്പോണൻസ് നോക്കിക്കേ, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എക്സ്പോണൻസിലും വരുന്നതല്ലേ. നമ്മൾ ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ എക്സ്പോണൻസിൻ്റെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ആണ് എക്സ്പോണൻസിനെ കുറിച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ചാർട്ടിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോണൻസിൻ്റെ ഈ ചാർട്ടിൽ നിന്നുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ചാർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും കൃതികളുടെ പട്ടികയാണ് ഒന്നാമത്തെ ചാർട്ടിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്താണ് 2ൻ്റെ കൃതികളുടെ പട്ടിക ശ്രദ്ധിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2, 4, 8, 6 എന്നീ ക്രമത്തിൽ ആവർത്തിക്കുന്നവയാണെന്ന് മനസ്സിലാകുക. ഞാൻ ആ ചാർട്ട് കാണിച്ചപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, 2ൻ്റെ എക്സ്പോണൻസിൽ വരുന്നതിൻ്റെ വൺസ് പ്ലേസിൽ അതിൻ്റെ ഓർഡർ പോയിരിക്കുന്നത് പറഞ്ഞാൽ 2, 4, 8, 6, 2, 4, 8, 6 ഈ ഒരു സീക്വൻസിലാണ് വൺസ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് പോയിരിക്കുന്നത് ആണല്ലോ. അത് ഒരു പോയിന്റാണ് നമുക്ക് ആ ചാർട്ടിൽ നിന്ന് മനസ്സിലായത്. ഇനി 2ൻ്റെ ഏതൊരു കൃതിയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും. അപ്പോൾ ഈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 2ൻ്റെ എക്സ്പോണൻസിൻ്റെ വൺസ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഈ ചാർട്ടിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണം, ഇതിപ്പോൾ ഞാൻ 10 വരെ എഴുതിയിട്ടുള്ളതുമല്ല, 10 വരെയല്ല, 2⁻, ആ എക്സ്പോണൻറ്റിൽ എത്ര വലിയ സംഖ്യ വന്നാലും നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഉദാഹരണം നിങ്ങൾ നോക്കിക്കേ, 2⁻2314, 2⁻2314 എന്നൊരു നമ്പറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ എക്സ്പോണൻ്റ് ആയിട്ട് വന്ന 2314നെ 4 കൊണ്ട് ഹരിക്കണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, അതായത് ശിഷ്ടം 1 വന്നാൽ, ഈ എക്സ്പോണൻറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 1 വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 2 വരും. അതാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്താനായി ഈ 2314നെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 2 വരും. ഇനി ശിഷ്ടം 2 വന്നാലോ ഒറ്റയുടെ സ്ഥാനത്ത് 4 വരും. ഇനി ശിഷ്ടം 3 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 8 വരും. ഓക്കെ, അതുപോലെ ശിഷ്ടം 0 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരും. അതാണ് ഈ പട്ടിക, അതായത് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് 2ൻ്റെ കൃതികൾ, അതായത് 2ൻ്റെ എക്സ്പോണൻസിൻ്റെ ഒറ്റയുടെ സ്ഥാനം മനസ്സിലാക്കാനുള്ളൊരു ടേബിളാണ്. ഇനി ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ടേബിളിൽ എഴുതിയിരിക്കുന്നത്. ശിഷ്ടം 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 2 ആയിരിക്കും. ശിഷ്ടം 2 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 ആയിരിക്കും.
ശിഷ്ടം 3 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 8 വരും. ശിഷ്ടം 0 ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരും. ഈ 3ന്റെ കൃതിയുടെ പട്ടിക ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, 3ന്റെ എക്സ്പോണൻസിന്റെ ചാർട്ട്. ഇനി 3ന്റെ എക്സ്പോണൻസിന്റെ ടേബിളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് നോക്കാം. 3ന്റെ കൃതികൾ നോക്കുമ്പോൾ അവ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ 3, 9, 7, 1 എന്നീ ക്രമത്തിൽ ആവർത്തിക്കുന്നു. അത് നമ്മൾ ആ ചാർട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇവയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാനായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കാണാൻ പറ്റും. 2ന്റെ കണ്ടതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3ന്റെ ഒരു എക്സ്പോണന്റ് തന്നിട്ട്, അത് എത്ര വലിയ നമ്പർ തന്നെ ആയിക്കോട്ടെ, 3ന്റെ എക്സ്പോണന്റ് തന്നിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം കാണാൻ പറഞ്ഞാൽ സിമ്പിളാണ്. ആ എക്സ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്താൻ തന്നിരിക്കുന്ന സംഖ്യയുടെ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ആ എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 0, റിമൈൻഡർ 0 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഇനി ശിഷ്ടം 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരും. ശിഷ്ടം 2 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരും. ശിഷ്ടം 3 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരും. ഈ ക്രമത്തിലായിരിക്കും വരുന്നത്. അപ്പം ഞാൻ നേരത്തെ ഈ ടേബിള് നമ്മുടെ 3ന്റെ എക്സ്പോണൻസിന്റെ ടേബിളാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്നുള്ള ടേബിൾ ഫോമിൽ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. നോക്കിക്കേ, ശിഷ്ടം 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരും. ശിഷ്ടം 2 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരും. ശിഷ്ടം 3 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരും. ശിഷ്ടം 0 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഓക്കെ ആണല്ലോ. ഈ 2ന്റെയും 3ന്റെയും എക്സ്പോണൻസിന്റെ പറഞ്ഞിട്ട് അവരുടെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ പറഞ്ഞ സെയിം മെത്തേഡാണല്ലോ. എന്താണ്, എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ റിമൈൻഡർ നോക്കിയിട്ട് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒറ്റയുടെ സ്ഥാനം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് 2ന്റെ ആണെങ്കിൽ 2, 4, 8, 6. ഇനി 3ന്റെ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനം റിപ്പീറ്റ് ചെയ്യുന്ന 3, 9, 7, 1. രണ്ടിലും 4 നമ്പേഴ്സിന് ശേഷമാണ് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നത്. ഈ 4 നമ്പേഴ്സ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ 5ന്റെ എക്സ്പോണന്റ് ആണ് ലാസ്റ്റ് എടുത്തത്. 5ന്റെ എക്സ്പോണന്റ് സിമ്പിൾ ആണ്. 5ന്റെ എക്സ്പോണന്റിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും 5 വരുള്ളൂ. ഇനി 5^1 എടുത്താലും 5^10 എടുത്താലും 5^5000 എടുത്താലും എന്താണ്, 5ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ. സോ അങ്ങനെ എക്സ്പോണൻസിന്റെ ചാർട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ 2, 3, 5 ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സിന്റെ എക്സ്പോണൻസ് വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ 2ാമത്തെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ 2ാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് ക്യൂബ്സ് അഥവാ ഘനസംഖ്യകളുടെ ചാർട്ടാണ്. ഈ ചാർട്ട് ഞാൻ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് ആണ് ഞാൻ ഈ ചാർട്ടിൽ വേണ്ടി എടുത്തേക്കുന്നത്. സോ ഞാൻ ഇച്ചിരി വലുതാക്കിയാണ് ഈ ചാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 9 വരെ എടുത്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഫർദറായിട്ടിത് ചെയ്തു പോവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിൻ്റെ ക്യൂബ് ഞാൻ എഴുതിയേക്കുന്നതിനൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഞാൻ എഴുതിയേക്കുന്ന നമ്പേഴ്സിൻ്റെ ക്യൂബിനെ അവയുടെ തുടർച്ചയായി വരുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ടാണ് എഴുതിയേക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ ക്യൂബിൻ്റെ ചാർട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? കണ്ടിന്യൂസ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ടാണ്. അതായത് തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയായിട്ടാണ് ഞാൻ ഈ ചാർട്ടിലെ ക്യൂബ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് അതാണ് മെയിനായിട്ട് കിട്ടാവുന്നത്. ക്യൂബ് നമ്പേഴ്സിനെ എങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ഒറ്റ സംഖ്യകളുടെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, 9 ക്യൂബ്, 9ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 9ലാണ്. അതുപോലെ 1ന്റെ ക്യൂബ് ഒന്നിൻ്റെ ക്യൂബ് 1 നമുക്കറിയാം. ഇനി 4ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 4ലാണ്, 5ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 5ലാണ്, 6ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 6ലാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, 8ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 2ലാണ്.
2ൻ്റെ ക്യൂബ് നോക്കി അത് 8ലാണ്. ഇനി 3ൻ്റെ ക്യൂബ് 27ആണ്, ഒറ്റയുടെ സ്ഥാനം 7ആണ്. പക്ഷേ 7ൻ്റെ ക്യൂബ് നോക്കിക്കേ 343, ഒറ്റയുടെ സ്ഥാനം 3ആണ്. അതായത് 2ൻ്റെ ക്യൂബ് 8ആണ്. അപ്പോൾ 8ൻ്റെ ക്യൂബ് എടുത്ത ഒറ്റയുടെ സ്ഥാനം 8ൻ്റെ ക്യൂബിൻ്റെ ഒറ്റയുടെ സ്ഥാനം 2 ആകും. ഇനി 3ൻ്റെ ക്യൂബ് 27ആണ്, അവിടെ ഒറ്റയുടെ സ്ഥാനം 7ആണ്. അതുപോലെ 7ൻ്റെ ക്യൂബ് എടുത്താലോ 7ൻ്റെ ക്യൂബിൻ്റെ ഒറ്റയുടെ സ്ഥാനം 3ആയി മാറും. ഈ ഒരു 2 നമ്പേഴ്സിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ സംഖ്യയും അവരുടെ ഒറ്റയുടെ സ്ഥാനം ആ സെയിം സംഖ്യകൾ തന്നെയാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ക്യൂബിൻ്റെ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ 3ാമത്തെ ചാർട്ടിലേക്ക് പോകാം. സോ നമ്മുടെ 3ാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് ലോസ് ഓഫ് എക്സ്പോണൻറ്റ് അഥവാ കൃത്യങ്ക നിയമങ്ങൾ എന്നതാണ് ചാർട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ടിൽ ഞാൻ ലോസ് ഓഫ് എക്സ്പോണൻസിൻ്റെ ജനറൽ ഐഡൻറ്റിറ്റീസ് ആയിട്ട് എഴുതിയിട്ടില്ല, പകരം എക്സാമ്പിൾസ് വെച്ചാണ് ഞാൻ ഈ ചാർട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ തരുമ്പോൾ അതിൽ ഓരോ ലോയുടെയും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഈ ഫോമും കൂടെ വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തേതൊന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ്, ഇതാണ് ആദ്യത്തെ ലോ ഓഫ് എക്സ്പോണൻ്റ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് നിങ്ങൾ നോക്കിക്കേ, എക്സാമ്പിൾ ഞാൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ 3^2 × 3^4 എന്നാണ് ഞാൻ എഴുതിയത്. എൻ്റെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് 3^2, അടുത്തത് 3^4. ഇതിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ എഴുതിയത്. എന്തെന്ന് എഴുതി, 3^6 എന്ന് എഴുതി. അപ്പോൾ നോക്കിക്കേ, 3^2 × 3^4 ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പ്രോഡക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് 3^6 എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബേസ് നമ്പർ സെയിം ആണെങ്കിൽ, പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ബേസ് നമ്പർ സെയിം ആണെങ്കിൽ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം, അതേ ബേസ് നമ്പർ എഴുതിയിട്ട് എക്സ്പോണൻസ് അല്ലെ അവരുടെ പവേഴ്സ് മാത്രം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ ബേസ് 3 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 3 എന്ന് എഴുതിയിട്ട് അവരുടെ എക്സ്പോണൻസ് ആയ 2ഉം 4ഉം ആഡ് ചെയ്ത് 3^6 എന്ന് എഴുതി. ഇങ്ങനെയാണ് പ്രോഡക്റ്റ്, 2 എക്സ്പോണൻസിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിളൂടെ അതിൻ്റെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. 2ാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ, 5^3 × 5^2 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 5^5. എന്തുകൊണ്ട്, ബേസ് നമ്പർ 5 സെയിം ആണ്. 2 എടുത്ത് പ്രോഡക്റ്റ് ചെയ്യുന്ന 2 നമ്പേഴ്സിൻ്റെ ബേസ് നമ്പർ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതാനായിട്ട് ഈ ബേസ് നമ്പറിൻ്റെ പവറിലോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന 2 നമ്പേഴ്സിൻ്റെ പവർ മാത്രം ആഡ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 3 + 2 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5^5 എന്നായി. ഇതാണ് എന്ത്, പ്രോഡക്റ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ജനറലൈസ്ഡ് ഫോം ഞാൻ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എക്സാമ്പിൾ തരപ്പോൾ പറഞ്ഞു തരാം. ഇനി 2ാമത്തെ നോക്കിക്കേ, കോഷ്യൻ്റ് ഓഫ് പവർ. കോഷ്യൻ്റ് ഓഫ് പവറിന് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ നിങ്ങൾ, അവിടെയും 2 എക്സാമ്പിൾ ഉണ്ടല്ലേ. കോഷ്യൻ്റ് ഓഫ് പവറിന് എഴുതിയിരിക്കുന്നത് 3^6/3^2 എന്നാണ്. അതിൻ്റെ ഉത്തരവും 3^4. ബേസ് 2 പേർക്കും സെയിം ആണല്ലേ, 3. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പവർ എഴുതിയിരിക്കുന്നത്, കോഷ്യൻ്റ് വരുന്നത് കൊണ്ട് ആ പവർ തമ്മിൽ മൈനസ് ചെയ്തിട്ട് നമ്മൾ എഴുതി. പ്രോഡക്റ്റ് വന്നപ്പോൾ പവേഴ്സ് ആഡ് ചെയ്ത് എഴുതി, കോഷ്യൻ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, പവേഴ്സ് മൈനസ് ചെയ്ത് എഴുതി ആണല്ലോ. അപ്പോൾ ആദ്യത്തേത് 3^6/3^2, 3^4 എന്ന്. ഇനി 2ാമത്തതും അതുപോലെയാണ്, 3^5/3^5. അപ്പോൾ അടുത്ത നോക്കി, 5^5/5^2. ഇതിൻ്റെ ആൻസർ 5^3. എങ്ങനെയാണ്, പവേഴ്സ് തമ്മിൽ നമ്മൾ കുറച്ചല്ലേ. അതാണ് കോഷ്യൻ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ നോക്കിക്കേ, പവർ ഓഫ് പവർ ആണ്. എന്താണ് 3ാമത്തത്, പവർ ഓഫ് പവർ എന്ന് പറയും. നോക്കിക്കേ, എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്, 3^5 ആണല്ലേ. 3^5 the whole raised to 2 അല്ലേ. 3^5 the whole raised to 2 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയ, 3^10 എന്ന് എഴുതി. എങ്ങനെ, പവർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 3^5 the whole raised to 2, അതിൽ 5 × 2 10 എന്ന് എഴുതി. അപ്പോൾ ആൻസർ വന്നപ്പോൾ 3^10. ഇനി 2ാമത്തെ എക്സാമ്പിൾ ആണെങ്കിലോ, 5^6 the whole raised to 2 എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും, 6നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5ൻ്റെ പവറാക്കി എഴുതിയ ആൻസർ ആയല്ലേ. അപ്പോൾ 5^12 എന്ന് വന്നു. ഇതാണ് പവർ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പവർ ഓഫ് എ പ്രോഡക്റ്റ് ആണ് നമ്മുടെ അടുത്തതെന്ന് പറയുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് പവർ ഓഫ് എ പ്രോഡക്റ്റ് ആണ്.
പവർ ഓഫ് എ പ്രോഡക്റ്റിൻ്റെ 2 എക്സാമ്പിൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. 3 × 3 ദ ഹോൾ റേസ് ടു 4 എന്നാണ് എഴുതിയിരിക്കുന്നത്. 3 × 3 ദ ഹോൾ റേസ് ടു 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയപ്പോൾ 3 റേസ് ടു 4 × 3 റേസ് ടു 4. അതായത് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ പവറിനെ 2 പേർക്ക് നമ്മൾ കൊടുത്തു അല്ലേ. 2 പേർക്കും പവറിനെ അങ്ങ് കൊടുത്തു. ഇതാണ് എന്ത് പവർ ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ 5 × 5 ദ ഹോൾ റേസ് ടു 3. അതിനെ ആൻസർ ആക്കുമ്പോൾ 5 റേസ് ടു 3 × 5 റേസ് ടു 3. ഈ പവർ ഓഫ് എ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യുക, അകത്തെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്ന സംഖ്യ എപ്പോഴും സെയിം ആകണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ 3 റേസ് ടു 3 3 × 3 5 × 5 എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 × 5 ദ ഹോൾ റേസ് ടു ഒരു പവർ കൊടുക്കാം, അല്ലെങ്കിൽ 3 × 10 ദ ഹോൾ റേസ് ടു ഒരു പവർ കൊടുക്കാം. ബ്രാക്കറ്റിൽ എഴുതുന്ന സംഖ്യ രണ്ടും ഡിഫറൻ്റ് ആയാലും കുഴപ്പം ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, പവർ ഓഫ് എ കോഷ്യന്റ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. 2/3 ദ ഹോൾ റേസ് ടു 2. 2/3 ദ ഹോൾ റേസ് ടു 2. അതിൻ്റെ ആൻസറും എങ്ങനെ തന്നെയാണ്, ആ പവറിനെ 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എഴുതി അല്ലേ. 2 റേസ് ടു 2/3 റേസ് ടു 2 എന്ന് എഴുതി ആണല്ലോ. ഇനി അടുത്ത 1/5 ദ ഹോൾ റേസ് ടു 4. അവിടെ എങ്ങനെ തന്നെയാണ് ആൻസർ വന്നപ്പോൾ ആ പവറിനെ നമ്മൾ 2 പേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തല്ലേ. 1 റേസ് ടു 4/5 റേസ് ടു 4. പവർ ഓഫ് എ കോഷ്യൻറ്റും ഞാൻ പവർ ഓഫ് എ പ്രോഡക്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 വ്യത്യസ്ത സംഖ്യകൾ വേണമെങ്കിലും വരാം. സെയിം ആകണമെന്നൊരു നിർബന്ധവും ഇല്ല. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എന്ന് പറയുന്നത് സീറോ എക്സ്പോണൻ്റ് ആണ്. സീറോ എക്സ്പോണൻറ്റിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. സീറോ എക്സ്പോണൻറ്റിന് നോക്കിയാൽ 3 റേസ് ടു 0 ഉത്തരം വന്നത് 1. അടുത്തത് 5 റേസ് ടു 0 ഉത്തരം വന്നതും 1. അപ്പോൾ ഈ സീറോ എക്സ്പോണൻറ്റിന് നമുക്ക് മനസ്സിലായത് എന്താണ്, ഏതൊരു സംഖ്യ റേസ് ടു 0 വന്നാൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും അല്ലേ. ഏതൊരു സംഖ്യ റേസ് ടു 0 വന്നാൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, നെഗറ്റീവ് എക്സ്പോണൻറ്റ്. അടുത്തത് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. 3 റേസ് ടു -1. 3 റേസ് ടു -1 നമ്മൾ എഴുതുമ്പോൾ എന്താണ്, 1/3 എന്ന് എഴുതിയല്ലേ, 1/3 എന്ന് എഴുതി. അതുപോലെ 5 റേസ് ടു -1 1/5 എന്ന് എഴുതി. അപ്പോൾ എന്താണ് ഇതിൽ മനസ്സിലായത്, ഏതൊരു നമ്പറിൻ്റെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതും, 1/, എന്ന് എഴുതും അല്ലേ. ഇപ്പം -1 വന്നാൽ 1/3 എന്ന് എഴുതും. ഇപ്പം എന്താണ്, ഏതൊരു നമ്പറിൻ്റെ നമ്മൾ പവർ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 1/, നമ്പർ എന്ന് എഴുതും. ഇതിപ്പോൾ -1 വന്നുകൊണ്ടാണ് 1/3 എന്ന് എഴുതിയത്. ഇനിയിപ്പോൾ അവിടെ -2 ആയിരുന്നെങ്കിലോ 3ൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ എഴുതും. അപ്പോൾ എന്താണ്, 1/9 എന്ന് എഴുതുക. അപ്പോൾ എന്താണ്, പവർ നെഗറ്റീവ് വന്നാൽ 1/, ആയിട്ടാണ് എപ്പോഴും എഴുതാറ്. ഇനി ലാസ്റ്റ് 1 നോക്കിക്കേ, ഐഡൻറ്റിറ്റി എക്സ്പോണൻറ്റ്. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എക്സ്പോണൻറ്റ്. എക്സാമ്പിൾ നോക്കിക്കേ. 3 റേസ് ടു 1 3, 5 റേസ് ടു 1 5 എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയുടെ പവർ 1 വന്നാൽ ഉത്തരം ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ. ഏതൊരു സംഖ്യയുടെയും പവർ 1 വന്നാൽ ഉത്തരം ആ സംഖ്യ തന്നെ ആയിരിക്കും. അങ്ങനെ മൊത്തം നമ്മൾ 7 ലോസ് ഓഫ് എക്സ്പോണൻ്റ് ആണ് ഈ ചാർട്ടിൽ നിന്ന് കണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞു തന്നു. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ചാർട്ടിൻ്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചാർട്ട് ഞാൻ ഓൾറെഡി അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്കിലും നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ഞാനൊന്ന് വായിച്ചു തരാം. രണ്ടാമത്തെ ചാർട്ടിൽ ഘനസംഖ്യകളെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയായി എഴുതുന്ന രീതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഘനസംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയും നമുക്ക് മനസ്സിലാക്കാം. ഈ 2 കാര്യങ്ങൾ ഞാൻ ചാർട്ടിൽ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാർട്ട് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന ചാർട്ടിൻ്റെ ഒരു എലാബറേഷൻ നോക്കാം അല്ലേ. കൃതീകരണ നിയമങ്ങളാണ് മൂന്നാമത്തെ ചാർട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൃതികളുടെ ഗുണനഫലം കാണുന്ന നിയമമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. 2 ഉദാഹരണങ്ങൾ ഇത് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ എന്തായിരുന്നു, എന്താണ്, പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ആയിരുന്നു അല്ലേ ആദ്യം. അതായിരുന്നു കൃതിയുടെ ഗുണനഫലം കാണുന്ന നിയമം. അതിൻ്റെ 2 എക്സാമ്പിൾ അവിടെ പറഞ്ഞു തന്നിരുന്നു. ഇനി അതിൻ്റെ ജനറൽ ഫോം ഒന്ന് നോക്കിക്കേ. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ആൻസർ വരുന്നത് a റേസ് ടു m+n എന്ന നിയമമാണിത്. ഇതാണ് എന്ത്
പ്രോഡക്റ്റ് ഓഫ് പവർ ആദ്യം പറഞ്ഞതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്ത് ഇതാണല്ലേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ജനറൽ ഫോം ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതിലോട്ടൊന്ന് പോവാം. ഇനി അടുത്ത് നോക്കിക്കേ, കൃതികളുടെ ഹരണഫലം കാണുന്ന നിയമമാണ് രണ്ടാമതായി എഴുതിയിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടത് എന്താണ്? കോഷ്യന്റ് ഓഫ് പവർ ആണ്, കൃതിയുടെ ഹരണഫലം കാണുന്ന രീതി. അതും ഞാൻ അവിടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ ജനറലൈസ്ഡ് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻ ആണ് അല്ലേ. എന്താണ്? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻ ആണ്. നിങ്ങൾ ആ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സും ഇത് നോക്ക്, പ്രോഡക്റ്റ് ഓഫ് പവേഴ്സും കോഷ്യന്റ് ഓഫ് പവേഴ്സും കണ്ടോ? പ്രോഡക്റ്റ് ഓഫ് പവേഴ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്? എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്തു. കോഷ്യന്റ് ഓഫ് പവേഴ്സ് ആയപ്പോഴോ എക്സ്പോണന്റ് തമ്മിൽ മൈനസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കൃതിയുടെ കൃതി കണ്ടെത്തുന്നതാണ് മൂന്നാമത്തേത്. നമ്മൾ മൂന്നാമത്തത് പറഞ്ഞത് പവർ ഓഫ് പവർ ആണ് കൃതിയുടെ കൃതി. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ്? 3⁵5 ദ ഹോൾ റൈസ് ടു 2 ഒരെണ്ണം പറഞ്ഞു. അതിൻ്റെ ആൻസർ 3⁻10 എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എന്ത്? കൃതിയുടെ കൃതി അഥവാ പവർ ഓഫ് പവർ. അതിൻ്റെ ജനറൽ ഫോം നോക്കിക്കേ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. എങ്ങനെയാണ്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. ആൻസറോ എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ എന്താണ്? കൃതിയുടെ കൃതി അഥവാ പവർ ഓഫ് പവർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. ഇതിലെല്ലാത്തിലും പവേഴ്സിനാണ് നമ്മൾ എന്താണ് ഇത് കൊടുക്കുന്നത് അല്ലേ. ഇനി നാലാമത്തത് നോക്കിയാണ്, ഗുണനഫലത്തിന്റെ കൃതി കാണുന്ന നിയമമാണ് നാലാമതായി എഴുതിയത്. നാലാമത് എഴുതിയത് നമ്മൾ എന്താണ്? പവർ ഓഫ് എ പ്രോഡക്റ്റ് ആണ്. പവർ ഓഫ് എ പ്രോഡക്റ്റ് ആണ് നാലാമത് എഴുതിയത്. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയണതോ എ ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു എം ആണ്. എ ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു എമ്മിനെ എന്ത് ചെയ്തു? എന്താണ് ആൻസർ വരുന്നത്? എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം ആണ്. എന്നല്ല കേട്ടോ, എം ആണ്. അപ്പോൾ എ ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു എം എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം. ഇവിടെ എന്ത് ചെയ്തു? ആ ബ്രാക്കറ്റ് തുറന്നിട്ട് പവറിന് രണ്ടു പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഹരണഫലത്തിന്റെ കൃതി കണ്ടെത്തുന്ന നിയമമാണ് അടുത്തതായി എഴുതിയത്. അതായത് പവർ ഓഫ് എ കോഷ്യന്റ്. അഞ്ചാമത്തത് പവർ ഓഫ് എ കോഷ്യന്റ് ആയിരുന്നു അല്ലേ. എങ്ങനെയാണ് ഹരണഫലത്തിന്റെ കൃതി? നോക്കിക്കേ, എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം. അതിനെ എന്ത് ചെയ്തു? ആ പവർ നമ്മൾ രണ്ടു പേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം. ഈ ജനറൽ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ജനറൽ ഫോർമുല മറന്നു പോകരുത്. അപ്പോൾ എന്താണ് പവർ ഓഫ് എ കോഷ്യന്റിന്റെ ഫോം? എന്താണ്? എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം. എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്തതിലോട്ട് പോവാം. ഇനി നോക്കിക്കേ, 0 കൃതി വരുന്ന സംഖ്യകളെ സൂചിപ്പിക്കുന്ന നിയമമാണ് അടുത്തത് അല്ലേ. എന്താണത്? 0 എക്സ്പോണന്റ്. പവർ 0 വരുന്ന നമ്പേഴ്സിന്റെ ഇതാണ് 0 എക്സ്പോണന്റ്. ഏതൊരു സംഖ്യയുടെയും 0 കൃതി 1 ആയിരിക്കും അല്ലെ. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം 1 ആണെന്ന്. അപ്പൊ എ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് നെഗറ്റീവ് കൃതിയെ സൂചിപ്പിക്കുന്ന നിയമമാണ് അടുത്തതായി എഴുതിയിരിക്കുന്നത്. എന്താണ്? പവേഴ്സ് നെഗറ്റീവ് ആയാൽ എങ്ങനെ എഴുതും അല്ലെ. പവേഴ്സ് നെഗറ്റീവ് ആയാൽ എങ്ങനെ എഴുതുമെന്നാണ്. ഇപ്പൊ നോക്കിയേ, എ റൈസ് ടു മൈനസ് എം എന്ന് പറയുന്നത് 1 ബൈ എ റൈസ് ടു എം ആണ് അല്ലെ. എ റൈസ് ടു മൈനസ് എം എന്ന് പറയുന്നത് 1 ബൈ എ റൈസ് ടു എം ആണ്. ആ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യേനെ നമ്മൾ എന്ത് ചെയ്തു? 1 ബൈ ആ നെഗറ്റീവ് മാറ്റിയിട്ട് ആ നമ്പർ ആയിട്ട് അങ്ങ് എഴുതും. ഓക്കെ, ഇപ്പൊ എന്താണ്? എ റൈസ് ടു മൈനസ് എം ഇസ് ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു എം എന്നാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേ, കൃതി
ഒന്ന് വരുന്ന സംഖ്യകളുടെ നിയമമാണ് അവസാനമായി എഴുതിയിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഞാൻ എഴുതിയിരുന്നത് ഏതാണ്? ഐഡന്റിറ്റി എക്സ്പോണന്റ് ആണ്. ലാസ്റ്റ് വൺ ഐഡന്റിറ്റി എക്സ്പോണന്റ്, അതായത് പവർ 1 വരുന്നത്. അപ്പോൾ a⁻1 എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും പവർ 1 വന്നാൽ അതിൻ്റെ ഉത്തരം ആ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 3 ചാർട്ടാണ്. എന്തൊക്കെയായിരുന്നു? എക്സ്പോണൻസ്, ക്യൂബ്സ്, ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇത് 3 ചാർട്ടും ഞാൻ എഴുതിയത് കാണിച്ചു. ഇതിൻ്റെ വിശദമായിട്ടുള്ള എലാബറേഷനും ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് എൻ്റെ ചാർട്ട് വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് കൂടുതൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് ഈ ചാർട്ടിനെ എലാബറേറ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ വരും വരെ ടാറ്റാ ബൈ ബൈ.